വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുള്ള റാപ്പർ വേടനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാലയിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയ കേസിലാണ് തെളിവെടുപ്പ്. പുലിപ്പല്ലിന്റെ ലോക്കറ്റ് തയ്യാറാക്കിയ വിയ്യൂരിലെ ജ്വല്ലറിയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പുലിപ്പല്ലാണെന്ന് അറിയാതെയാണ് ലോക്കറ്റ് കെട്ടി നൽകിയതെന്ന് സ്വർണ്ണപ്പണിക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംപ്രസാദ്, സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നത് എന്താണ് എന്നത് കൂടി നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം ശ്യാംപ്രസാദിലേക്ക്. അതെ, വേറൊരു കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. ആർമി കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. പരിചയമൊന്നുമില്ല. ആളുടെ സുഹൃത്തുണ്ടായിരുന്നു തോന്നുന്നു. ഇല്ല, ആളെനിക്ക് വേണ്ടാന്നൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആൾ ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത്. ഇപ്പോഴോ പ്രത്യേകിച്ച് സംസാരിച്ചൊന്നുമില്ല. അവരിവിടെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ചോദിച്ചു. അതെ അതെ, നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്ല് കെട്ടാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടായിരുന്നു. ഇല്ല, നമ്മൾ ഈ അമ്പലത്തിന്റെ പരിപാടികളൊക്കെ ചെയ്യാറ്, ശംഖ് കെട്ടുന്ന പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പം അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ള ചോദിച്ചത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. ശ്യാംപ്രസാദ് ഉത്തമൻ ഉണ്ട് ഒപ്പം. ശ്യാം, ഗുഡ് മോർണിംഗ്. സ്വർണ്ണപ്പണിക്കാരനായ സന്തോഷ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നേരത്തെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അതേ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും, അല്ലേ? വിശദാംശങ്ങൾ എന്താണ്? തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു? അവസാനിച്ച് റാപ്പർ വേടനെ കൊണ്ടുപോയോ? മോത്തി, അല്പം മുമ്പാണ് റാപ്പർ വേടനുമായുള്ള തെളിവെടുപ്പ് വനംവകുപ്പ് അവസാനിപ്പിച്ച് ഇവിടെ നിന്നും പുറത്തേക്ക് പോയത്. നമ്മളിപ്പോൾ ഈ വിയ്യൂർ പവർ ഹൗസ് ജംഗ്ഷനിലുള്ള ഈ കാണുന്ന സരസ ജ്വല്ലറി വർക്സിലാണ് ആ തെളിവെടുപ്പിനെ എത്തിച്ചത്. ഇവിടെ സന്തോഷ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീടും ചെറിയ ജ്വല്ലറിയും കൂടിയാണ്. ഇദ്ദേഹത്തിന് ഈ ശംഖുകളും മറ്റുമൊക്കെ കെട്ടിക്കൊടുക്കുകയും അങ്ങനെ ചെറിയ സ്വർണ്ണപ്പണിയും ഒക്കെ ചെയ്യുന്നതാണ്. ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞാണ് വേടൻ ഇവിടെ ഈ ഒരു പുലിപ്പല്ലുമായി എത്തിയതെന്നാണ് സന്തോഷ് പറയുന്നത്. വേടൻ ഇത് കൊണ്ടുതരുമ്പോൾ പുലിപ്പല്ലാണെന്ന് അറിയുമായിരുന്നില്ല. വേടനായിരുന്നില്ല ഇത് കൊണ്ടുതന്നത്, മറ്റൊരാളാണ് ഇത് കൊണ്ടുതരികയും ഇതിങ്ങനെ മോഡിഫൈ ചെയ്ത് തരണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ അത് മോഡിഫൈ ചെയ്ത് തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങാൻ വേടനും ഒരു സുഹൃത്തും കൂടിയാണ് വരുന്നത്. അപ്പോഴും തനിക്കറിയില്ലായിരുന്നു ഇത് വേടനാണ് എന്നറിയില്ലായിരുന്നു. തൻ്റെ മകൻ പറഞ്ഞപ്പോഴാണ് ഇത് വേടനാണെന്ന് മനസ്സിലായതെന്നുമാണ് പിന്നീട് സന്തോഷ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും വേടനെ അല്പം മുമ്പാണ് കൊണ്ടുപോയത്. ഇനി വൈകിട്ട് 5 മണി കൂടി പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വേടനെ ഹാജരാക്കണം. അതിനുശേഷം ഇന്ന് തന്നെ റിമാൻഡിലേക്ക് പോകും. നാളെ അവധിയാണ്, മെയ് 1. അതുകൊണ്ട് തന്നെ 2-ാം തീയതിയാണ് വേടൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോടതിയിൽ ഹാജരാക്കിയ വേടൻ പിന്നീട് സബ് ജയിലിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വേടനെ തൊട്ടടുത്ത ദിവസം വീണ്ടും ജാമ്യ ഹർജിക്കായി പരിഗണിക്കുന്നതിന് മുമ്പ് വീണ്ടും കോടതിയിൽ ഹാജരാക്കും.